അഹമ്മദ് മാഷേ, യെസ്, VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ വധശിക്ഷ വിധിച്ച പ്രാഡ്വിവാഹനാണ് അല്ലെങ്കിൽ ജഡ്ജിയാണ് നമ്മുടെ സ്വരാജ്, സ്വരാജ് എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലക്കാരൻ. അദ്ദേഹം അറിയപ്പെടണം. അതെ, പത്തനംതിട്ട ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. അവിടുന്ന് കുടിയേറിയത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. അദ്ദേഹം എന്നോട് തുറന്ന് ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതെ, അദ്ദേഹം സ്വരാജ്. ഓക്കെ, അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടി. അതെ, 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 അടൂര്. ഇത് പന്തളത്ത് കുളനട എന്ന് പറയുന്ന സ്ഥലം എന്നുള്ളതാണ് എന്ന് പറഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് ആയിക്കോട്ടെ, സ്ഥലം പ്രശ്നമല്ല, കേരളം തന്നെയാണല്ലോ. അപ്പോൾ അദ്ദേഹം വി ബാബുവിനെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുന്നു. അദ്ദേഹം പരാജയപ്പെട്ടത് അദ്ദേഹത്തിന് കെ ബാബുവിനെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുന്നു. അദ്ദേഹം പരാജയപ്പെട്ട കാര്യം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഹൈക്കോടതി കൊണ്ട് കേസ് ഫയൽ ചെയ്തു. പ്രമുഖരായ അഭിഭാഷകരെ കൊണ്ട് ആ കേസ് നടത്തിച്ചു. അല്ലേ? അഭിഭാഷകനാരായിരുന്നു? അഡ്വക്കേറ്റ് മുകുന്ദ് പി ഉണ്ണി എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനെ കൊണ്ട് തന്നെ അദ്ദേഹം ഈ കേസ് വാദിച്ചുവെങ്കിലും പരിതാപകരമായി തോറ്റുപോയി. അതിനുശേഷം വാശിയോടുകൂടി അദ്ദേഹം സുപ്രീം കോടതിയിൽ ഈ കേസ് തന്നെ, അതായത് വർഗീയ വിഷം ചീന്തി ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എന്നുള്ളതായിരുന്നു ആരോപണം. ആ ആരോപണത്തിൻ്റെ തെളിവുകളുമൊക്കെ ആയിട്ട് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു. പിന്നെ ആ സുപ്രീം കോടതി കേസ് നിലനിൽക്കെ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരോരും അറിയാതെ അദ്ദേഹം പോയി ആ കേസ് അങ്ങ് പിൻവലിച്ചു. എന്തായിരിക്കാം ഇങ്ങനൊരു ചേതോവികാരത്തിൻ്റെ, അല്ലെങ്കിൽ അത് പരാജയപ്പെടുന്ന ഭീതി കൊണ്ടാണോ, അതോ ഇനി ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ ഇങ്ങനെ കേസിൽ തുടരാൻ വ്യവഹാര ശല്യക്കാരായി തീരാൻ പാടില്ലെന്നുള്ള ഒരു ബോധോദയം കൊണ്ടാണോ? എന്തായിരിക്കാം? എന്തായാലും ഇത് തമാശ നിറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ കോടതിയിൽ പോയാൽ പിന്നെ തോറ്റോ ജയിച്ചോ പോരുകയാണ് മര്യാദ. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് വഴിക്ക് വെച്ച് ആരും അറിയാതെ പിൻവലിച്ചിട്ട് തലയിൽ മുണ്ടിട്ട് പോരുന്നത് മര്യാദയല്ല. അതാണ് ഇദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ ഭീരുത്വം. എന്തിന് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവാം. ഒന്ന്, 2021 ഇലക്ഷൻ ആയിരുന്നു. അത് 26 വീണ്ടും ഇലക്ഷൻ വരാൻ പോകുന്നു. 2026 ഇലക്ഷന് മുമ്പ് ഇപ്പൊ 5 കൊല്ലത്തെ MLA ആണ്, അല്ല കാലാവധിയാണല്ലോ, അത് ഏതാണ്ട് പൂർത്തിയാവാറായി. കെ ബാബു സമ്പൂർണ്ണ MLA ആയി ഹൈക്കോടതി വിധിയുടെ കൂടി പിൻബലത്തിൽ. തൃപ്പൂണിത്തുറയുടെ MLA ആയി അദ്ദേഹം വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇനി അടുത്ത ഇലക്ഷന് മുമ്പെങ്കിലും വിധി വന്നില്ലെങ്കിൽ എന്തിനു കൊള്ളാം. ഇനി ഇലക്ഷൻ വരുമ്പോൾ വേറൊരു കുഴപ്പം കൂടി ഉണ്ട്. 5 കൊല്ലം എന്തായാലും ബാബു MLA ആയി. ഇനിയിപ്പോ 2026 ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു വിധി കിട്ടിയാൽ ഉറപ്പാണ് സ്വരാജിന് കൃത്യമായിട്ട് അറിയാം. ഹൈക്കോടതി വിധിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയും, സുപ്രീം കോടതിയിൽ ഏത് ജഡ്ജി വന്നാലും, ഇന്ത്യയിലെ ഏറ്റവും മികച്ച വക്കീൽ പോയി വാദിച്ചാലും ആ കേസ് സ്വരാജിന് അനുകൂലമായി വിധിക്കാൻ പോകുന്നില്ല. അപ്പോൾ അടുത്ത ഇലക്ഷന്റെ തൊട്ട് മുന്നോടിയായിട്ടാണ് ഒരു പരാജയം സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതെങ്കിലോ അതിന്റെ മാനക്കേട് അതൊരു പക്ഷേ അടുത്ത ഇലക്ഷനെയും ബാധിക്കാം. അപ്പൊ ഇതിന്റെ ഒരു സൂചന നമുക്ക് കിട്ടുന്നത് സ്വരാജ് സ്ഥാനാർത്ഥിയായിരിക്കും. തീർച്ചയായിട്ടും തോറ്റവരെ സാധാരണഗതി സ്ഥാനാർത്ഥി ആക്കാറില്ല. പക്ഷെ സ്വരാജല്ലേ കാര്യത്തിൽ സ്വരാജിന് ആവശ്യമുള്ളത് എങ്ങനെ പാർട്ടിയിൽ നേടിയെടുക്കണം എന്നറിയാലോ ഓരോ കാലത്ത്. അതിപ്പോ VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തിട്ടായാലും ഈ ഓരോരോ സമയത്ത് തരം പോലെ നിലപാടെടുത്തിട്ടായാലും ഒക്കെ കാര്യങ്ങൾ നേടാൻ അറിയാലോ സ്വരാജിന്. അപ്പോ സ്വരാജ് മത്സരിക്കും എന്നതിന്റെ സൂചന കൂടിയാണ്. സ്വരാജ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, സ്ഥാനാർത്ഥിയാവും. സാധാരണ രീതിയിൽ ഒരു പോളിസി ഉണ്ടായിരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മത്സരിക്കേണ്ടതില്ല എന്ന് പണ്ടൊരു പോളിസി ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ? ഇപ്പൊ മന്ത്രിമാരാണ് മുഴുവൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. ആ ചിത്രം തന്നെ മാറിയല്ലോ. പഴയ പോളിറ്റ് ബ്യൂറോ എടുത്ത പ്രായത്തെക്കുറിച്ചുള്ള ഒരു ധാരണയിരുന്നു തന്നെ പിൻവാങ്ങിയാണല്ലോ. അതെ, എല്ലാത്തിനും കേരളം ഇതിനൊക്കെ ഒരു വെള്ളരിക്കപ്പെട്ട ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി അത് നിലപാടൊക്കെ മാറ്റുന്ന വ്യക്തി. ഷീ ജിൻപിങ്ങിന് വേണ്ടി ഇളവ് കൊടുത്തതുപോലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ, CPC കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയന് ഇളവ് കൊടുത്തുകൊണ്ടേയിരിക്കും. അതിന് അടുത്ത ഇലക്ഷൻ ആകുമ്പോഴും വരും. അദ്ദേഹം അല്ലാതെ ഒരു യുവരക്തം വേറെ പാർട്ടിയിൽ ഇല്ല എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളാണ്. VSുമായിട്ട് പിണറായി വിജയൻ സംഘർഷത്തിൽ ഏർപ്പെട്ട കാലത്തെ ഇദ്ദേഹത്തിന്റെ സർവ്വസൈന്യാധിപൻ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു നേതാവായിരുന്നു സ്വരാജ് എന്നുള്ളത് നമുക്കറിയാം. സ്വരാജിന്റെ ഈ സൈന്യാധിപത്യം കൊണ്ട് എന്താ പറയാ, അദ്ദേഹത്തിന്റെ പോരാട്ടം കൊണ്ട് പിണറായി വിജയന് തന്നെയും ദോഷമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നാണല്ലോ സ്വരാജിന്റെ വേരുകൾ. പറഞ്ഞ പോലെ കുടിയേറിയത് പത്തനംതിട്ടയിൽ നിന്നാണെങ്കിലും മലപ്പുറത്ത് എടക്കരയിലൊക്കെയാണല്ലോ ഇദ്ദേഹത്തിന്റെ തട്ടകം.
പക്ഷേ ഞാൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സകലമാന നാടകങ്ങളോടും കൂടിയിട്ട് സ്വരാജ് അവതരിച്ചിട്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നടക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൃത്യം. അത് മാത്രമല്ല അവിടുത്തെ ഒരു പൾസ് മനസ്സിലാക്കിയിട്ട് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വരാജ് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വരാജിനെ പോലെ ഒരാളെ ഒരിക്കലും അദ്ദേഹത്തെ അറിയാവുന്ന നാട് സ്വീകരിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത് സ്വരാജിനെ പോലെ ഒരാളെ കൂട്ടുനിർത്തിയത് കൊണ്ട് തന്നെ പിണറായി വിജയന്റെ പോലും ഇമേജ് മങ്ങിയിട്ടേ ഉള്ളൂ, നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി സംഭവിക്കാൻ പോകുന്നത് ഇപ്പോ വേറൊരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു. പിണറായി വിജയന്റെ കൂടെ നിന്ന് പാദസേവ ചെയ്താണ് ഇങ്ങനെയൊക്കെ ആയി തീർന്നതെങ്കിലും പിണറായി വിജയൻ പോലും ബുദ്ധിയുള്ളവർ ആലോചിക്കുമല്ലോ, പാല് കൊടുത്ത് വളർത്തിയ കൈകൾക്ക് ഏത് സമയത്തും ഇവൻ കുത്തിന്ന് വരാം. അവനവന്റെ താല്പര്യങ്ങൾക്ക് മീതെ മറ്റൊന്നുമില്ല. സ്വരാജ് എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായ VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കാനൊക്കെ ധൈര്യം കാണിച്ച ഒരാളാണല്ലോ. ആലോചിച്ചു. VS മനോഹരമായൊരു ഭാഷയിൽ അന്ന് പറഞ്ഞു ഒരു മറുപടി ഉണ്ടല്ലോ, എന്താണ് ഈ പിതൃശൂന്യന്മാർ അങ്ങനെയും പറയും. എത്ര മനോഹരം എന്ന് വെച്ചാൽ സംസ്കൃത ജടിലമായ തെറിവാക്ക് എന്ന് പറയില്ല, തന്തയ്ക്ക് പറക്കാത്തവൻ എന്ന് പറയുന്നതിന് പകരം മനോഹരമായ ഭാഷയിൽ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ VS അങ്ങനെ പറഞ്ഞെങ്കിൽ അല്ല, പക്ഷെ വേറൊരു കാര്യം അദ്ദേഹത്തെ വേദനിപ്പിച്ചു. ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. തീർച്ചയായിട്ടും ഇറങ്ങിപ്പോകും. ആരാണിത് പറയുന്നത് സാർ? നമ്മുടെ കൊച്ചു മോന്റെ പ്രായമാകാൻ ഇല്ല, ഈ നമ്മൾ പറയില്ലേ മുലപ്പാലിന്റെ മരുന്നിന്റെ മണം മാറിയിട്ടില്ലാത്ത പ്രായത്തിലാണ് അവന്റെയൊക്കെ ഒരു ധിക്കാരത്തിന്റെ ഊക്കാലോചിച്ച് നോക്കൂ. ആരാണ് VS, ആരാണ് സ്വരാജ്? എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ച് നോക്കൂ. പിന്നെ VS ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കളങ്കത്തിന്റെ അംശം പോലും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അധാർമികമായിട്ടോ അഴിമതിയോ ഒന്നുമില്ലല്ലോ. സ്വരാജിന്റെ പേരിൽ വരാത്ത അഴിമതി ഏതാ ബാക്കിയുള്ളത്? അപ്പോ ഇതൊക്കെയാണ് ചിത്രം. ഞാൻ അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാട് തന്നെയാണ് ഇവന്റെയും നാട് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അറിയുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യം. അത് ആ ജനുസിലുണ്ട്, ആ സ്വഭാവത്തിലുണ്ട്. അപ്പോ ഇപ്പൊ സ്വരാജ് കാണിച്ച പണി 2-3 പാഠങ്ങൾ പകരുന്നുണ്ട്. ഒന്ന്, ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആലോചിച്ച് നോക്കൂ. സ്വരാജിനെ പോലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ദേശാഭിമാനിയുടെ എന്തോ എഡിറ്ററോ എന്തോ ഒരു പദവി വഹിക്കുന്നുണ്ട്. ഇപ്പോ തിരുവനന്തപുരത്തെ റെസിഡന്റ് എഡിറ്ററോ എന്തോ ഒരു പദവി വഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ എലക്ഷൻ കേസ് കൂടുന്നുണ്ട്. എത്ര കൊല്ലമായി? 4-5 കൊല്ലമായി കേസില. 2021 ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന്റെ പിറ്റേന്ന് തൊട്ട് കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുക. വക്കീലന്മാർക്ക് കാശ് കൊടുക്കുന്നുണ്ട്, കോടതിയിൽ കേസ് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഈ പാവപ്പെട്ടവന്റെ പാവപ്പെട്ടവന്റെ നികുതി പണമാണല്ലോ, അല്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് നിന്നും ഫണ്ടിൽ നിന്നുമാണല്ലോ. അപ്പോ ഈ പാർട്ടിയുടെ ഫണ്ട് കൊണ്ട് പിൻവലിച്ചു പോരാനായിരുന്നെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഈ കേസ് നടത്തിയത് ന്യായമായ ചോദ്യമല്ലേ? പാർട്ടി ചോദിക്കേണ്ട ചോദ്യമല്ലേ? 2, സാറ് പറഞ്ഞത് ഇപ്പൊ പാർട്ടിക്കാർക്ക് ഒരു പക്ഷേ കാണാൻ പറ്റാത്തൊരു കാര്യമാണ് സാറ് നിരീക്ഷിച്ചത്. സ്വരാജ് മത്സരിക്കുമെന്ന് ഉറപ്പായി. മത്സരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് സുപ്രീം കോടതിയുടെ വിധി തീർച്ചയായിട്ടും വരും അടുത്ത ഇലക്ഷൻ. അങ്ങനെയാണ് അതിന്റെ രീതി. കൂടിപ്പോയാൽ 5 കൊല്ലം വരെ നീട്ടിക്കൊണ്ടുപോകാമെന്നല്ലാതെ ഈ ഇലക്ഷൻ കേസുകളൊക്കെ അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ വരും. വിധി വന്നാൽ സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞു കൊണ്ടുപോടാ കടലാസ് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഇലക്ഷന്റെ തൊട്ട് മുമ്പ് അത് വലിയ ക്ഷീണമാകും. അത് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെയും ബാധിക്കും. ഇദ്ദേഹത്തിനെതിരെ പരാമർശം ഉണ്ടെങ്കിൽ അത് പ്രചാരണായുധമാക്കും. തീർച്ചയായിട്ടും ആയിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ജനാധിപത്യ മര്യാദ എന്താ? തോറ്റവൻ ജയിച്ചവന്റെ കൈപിടിച്ചു കുലുക്കണം. സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ബാബു ചേട്ടാ, അങ്ങ് വിജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റു, ഞാൻ ജയിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങ് ജയിച്ചു, ഞാൻ തോറ്റു. സന്തോഷം. ഇനി അങ്ങാണ് തൃപ്പൂണിത്തുറയുടെ MLA. അഭിനന്ദനം. ഞാൻ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷത്ത് ഉണ്ടാകും എന്നല്ലേ പറയേണ്ടത്? അതിന് പകരം അയാൾ ജയിച്ചത് അങ്ങനെയാണ്, ജയിച്ചത് ഇങ്ങനെയാണ്, അത് ന്യായമല്ല, അദ്ദേഹം ജയിക്കാൻ അർഹനല്ല എന്നൊക്കെ പറഞ്ഞു കോടതി പോയ എങ്ങനെ ഉണ്ടാവും? കോടതി മുഴുവൻ പരിശോധിച്ചു, കീറി മുറിച്ച്. ഇവരുടെ ഭരണമുണ്ട്, ഇടതുപക്ഷം ഭരിക്കുന്നു, നിയമവകുപ്പിൽ ഉൾപ്പെടെ ഇവരുടെ എല്ലാ സ്വാധീനവും ഉണ്ട്. വലിയ വലിയ പ്രതിഫലം വെച്ച് വക്കീലിനെ വെക്കുന്നു. ഈ വക്കീല് കഴിഞ്ഞ ദിവസം എന്താണ് അദ്ദേഹത്തിന്റെ പേര്? മുകുന്ദ് പി ഉണ്ണി വക്കീല് പോയിട്ട് സുപ്രീം കോടതിയിൽ ഒരു ഇനിയിപ്പോ ഇത് ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നില്ല, ഞങ്ങളത് ഫോർവേഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ പുഷ് ചെയ്യുന്നില്ല, ഞങ്ങൾ ആ കേസ് പിൻവലിച്ചു പോരുകയാണ്. അപ്പോൾ അവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. അപ്പോൾ ആ കേസിൽ സ്വരാജിന് തന്നെ വിശ്വാസമില്ല, ജയിക്കുമെന്ന് വിശ്വാസമില്ല. ഇങ്ങനെയുള്ള കേസുകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ നിയമസഭയുടെ കാലാവധി കഴിഞ്ഞിട്ടും വിധി വന്ന വിധി. അപ്പോൾ അങ്ങനെ ഒരു വിധി വരുമ്പോൾ സ്വയം ഞാൻ കൊടുത്തത് ശരിയായിരുന്ന ഒരു ബോധവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് പോലും അനുവദിക്കാതെ പിൻവലിത്ത് പരാജയമില്ല. ഒന്ന്, ആത്മവിശ്വാസമില്ല. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷത്തിന് അനുകൂലമായ വലിയ തരംഗം, പ്രത്യേകിച്ച് ഈ 2ാം പിണറായി ഗവൺമെന്റ് വന്നത് വലിയ പിൻബലത്തോടെയാണല്ലോ, വലിയ ഭൂരിപക്ഷത്തോടെയാണല്ലോ വന്നത്. ആ വന്ന സമയത്ത്
മാത്രമല്ല ഇവന്റെ ജീവിതത്തിൽ സത്യത്തിൽ VS-ന്റെ ഒക്കെ ഒരു ആത്മാവിന്റെ കൂടി ബലം കൂടി ആവാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്വരാജും കൂടെ വന്നിരുന്നെങ്കിൽ 100 പിന്നെ പിണറായി വിജയന്റെ പിന്തുണ 99 ഉള്ളത് 100 2 ഈ മന്ത്രിസഭയിൽ യുവരക്തങ്ങളെ കൊണ്ടുവന്നപ്പോൾ ആദ്യം പരിഗണിക്കുമായിരുന്ന ഒരാളാണ് സ്വരാജ്. കാരണം ഇല്ലെങ്കിൽ അവൻ അടങ്ങിയിരിക്കൂലല്ലോ, മന്ത്രിയാവാനുള്ള യോഗം ഉണ്ടായില്ല. 2 മൂന്നാമത്തെ കാര്യം, അവൻ മാത്രം തോറ്റുപോയി സാറേ. യുവ നേതാക്കന്മാര് ജീവിതത്തിൽ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും തോറ്റ ആളാണ് മുഹമ്മദ് റിയാസ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് തൊട്ട് എല്ലാത്തിലും എവിടുത്തെ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിച്ചു തൊട്ട് പാർലമെന്റിലേക്ക് വരെ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും തോറ്റതാ. എല്ലാ തെരഞ്ഞെടുപ്പിലും തോറ്റ അത് മണ്ഡലത്തിന്റെ പ്രത്യേകത കൂടിയുണ്ട്. ബേപ്പൂര് വന്ന് നിന്നാൽ ഏത് കുറ്റിച്ചൂലും ജയിക്കും CPM-ന്റെ. അപ്പൊ എന്തായാലും അദ്ദേഹം കൂടി ജയിച്ചു വന്ന് മന്ത്രിയായല്ലോ. ഈ സമയത്താണ് ഇവന്റെ ഒക്കെ യുവകേസരിയായ ഇവൻ മാത്രം തോറ്റുപോകുന്നത്. അതും എന്തുകൊണ്ടായിരിക്കും? കയ്യിലിരിപ്പ് കൊണ്ടല്ലേ. അപ്പൊ തോറ്റുപോയതിന്റെ മാനക്കേട് സഹിക്കാൻ വയ്യാതെയാണ് യഥാർത്ഥത്തിൽ ഒരു കേസുമായിട്ട് ഹൈക്കോടതിയിൽ പോയത്. ഇപ്പൊ ആ പോയതിന്റെ ഒന്നും ആത്മാർത്ഥതയിൽ അവന് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നല്ലേ തെളിയുന്നത്? തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോ ഇവനിപ്പോ ആരൊക്കെയാ പണിഷ്മെന്റ് കൊടുക്കേണ്ടത്? ഇനി എങ്ങാനും തൃപ്പൂണിത്തുറയിലോ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും ഇവൻ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല എന്ന് ജനങ്ങൾ എഴുതണം. 2 അന്യായമായി പാർട്ടിയുടെ പണം ചെലവഴിച്ച് 5 കൊല്ലം കേസ് നടത്തി. എന്നാൽ തോറ്റാലും ജയിച്ചാലും കേസ് തോറ്റു എന്ന് പറയാമായിരുന്നു പാർട്ടിക്കാർക്ക്. ഇപ്പോ സുപ്രീം കോടതി വിധിയുടെ തൊട്ടു മുമ്പേ കേസ് പിൻവലിച്ചു പോന്നു. ഇത് രാഷ്ട്രീയമായ മാനക്കേട് എത്രയാണ്? UDF-ന് ഉണ്ടാക്കുന്ന മൈലേജ് എത്രയാണ്? K ബാബുവിന് ഉണ്ടാക്കുന്ന മൈലേജ് എത്രയാണ്? തീർച്ചയായിട്ടും. അവസാനത്തെ കാര്യം, തെരഞ്ഞെടുപ്പില് ജനാധിപത്യ മര്യാദ പാലിക്കാതെ അനാവശ്യമായി നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് കേസ് കൊടുത്തിട്ട് ഒരു ജനപ്രതിനിധിയെ ചോദ്യം ചെയ്യുന്നത് അത് വർഗീയമായിട്ട് ആരോപണം. അത് അഴിമതി, സാമ്പത്തിക അഴിമതിയാണെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം. അത് K ബാബുവിനെതിരെ പരസ്യമായി ഈ അഴിമതി ആരോപണം വന്ന തെരഞ്ഞെടുപ്പിലാണ് സ്വരാജ് ജയിച്ചത്. അത് സ്വരാജിന്റെ ഗുണം കൊണ്ടല്ല, ബാബുവിനെതിരെ അന്ന് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം വന്നതുകൊണ്ടാണ് ബാബുവിനെതിരെ വന്നത്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ഇയാൾ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. ഇയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ വർഗീയമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. വർഗീയമായ ആരോപണങ്ങളിൽ എങ്ങനെയാണ് ആ കേസ് നിലനിന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റ്. ഞാൻ മനസ്സിലാക്കുന്നു സാർ. ഒരു കാര്യം കൂടെ പറയാം. ശ്രീനാരായണ ഗുരുവിനെ ദുരുപയോഗം ചെയ്തു. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ജനങ്ങളെ, കോടതിയുടെ ഒരു നിരീക്ഷണം വന്നു കഴിഞ്ഞാൽ, പരാമർശം വന്നു കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ജനങ്ങളെ ഇദ്ദേഹത്തിനെതിരാക്കി മാറ്റും. തീർച്ചയായിട്ടും. ഇപ്പോ ആരാണെന്ന് അറിയില്ല ഈ ഇദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കുന്നത്. എന്തായാലും ഈ മുകുന്ദ് P ഉണ്ണി മാത്രമാകാൻ ഇടയില്ല. പാർട്ടിയിൽ ആരെങ്കിലും ഇദ്ദേഹം വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ, ആരെങ്കിലും ഉപദേശിച്ചോ എന്നറിയില്ല. എന്തായാലും M സ്വരാജിന് ഉപദേശിക്കപ്പെട്ട ഏറ്റവും മോശം ബുദ്ധിയാണ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത്. M സ്വരാജ് CPM-ന്റെ തന്നെ സൽപ്പേര് കളഞ്ഞിരിക്കുന്നു. CPM-ന്റെ തന്നെ വിശ്വാസ്യതയാണ് തകരുന്നത്. M സ്വരാജ് എവിടെ മത്സരിച്ചാലും തോൽക്കുമെന്ന് സ്വയം തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ബാക്കി നമുക്ക് കാണാം. എന്തായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.